ഹലോ എവരി വൺ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റഡി വ്ളോഗ്സ് ആൻഡ് ടിപ്സ്. നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? 2025 MTS ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറയണം കേട്ടോ. ആൻഡ് ഇന്ന് ഞാൻ ഫസ്റ്റ് വിചാരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ എക്സാമിന് കുറച്ച് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിസൾട്ടിലാരും നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിനാണ് നമുക്ക് കുറച്ച് ലേറ്റായി തുടങ്ങാനായിട്ട്, എന്നാലും നമുക്ക് കുറച്ച് ഒന്ന് ഓടിച്ച് പിടിക്കാൻ പറ്റുമോ നോക്കണം. ഓക്കെ, സോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 വർഷത്തെങ്കിലും നമ്മൾ പഠിക്കല്ല, നമ്മൾ ജസ്റ്റ് നോക്കി വെക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ എഴുതിയിട്ടുള്ള എക്സാമെന്നൊക്കെ മനസ്സിലായത്. സോ ഞാനിപ്പോൾ 23-ത്തെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെയും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്കതിൽ 48 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു പേപ്പറിൽ ഒരു ഇംഗ്ലീഷിലെ പോർഷനാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതുപോലെ ടോപ്പിക്കൊക്കെ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐ ഡാഷ് വാക്ക് ഡൗൺ ദ സ്റ്റെയേഴ്സ് കെയർഫുൾ ടു ബി ആസ് ക്വയറ്റ് ആസ് പോസിബിൾ. ഇതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ് കേട്ടോ. ഞാൻ മുഴുവൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ടിട്ടില്ല, ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിലെ ആൻസർ എന്തായിരിക്കും? ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് സ്റ്റെയർ ഇറങ്ങി വരുമായിരുന്നാണ് ആൻസർ വരുന്നത് അല്ലേ. സോ കെയർഫുൾ അതിന് മീനിങ് വരുന്ന വേർഡ് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ഏതായിരിക്കും ആൻസർ വരാം? ഓപ്ഷൻ ഡി, കോഷ്യസ്ലി അല്ലേ. അതിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് വന്നു എന്നാണ് അർത്ഥം വരുന്നത്. സോ ഡി ആണ് ആൻസർ. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഓർ ടു മീറ്റ്സ് യു അറ്റ് ദി കോൺവെക്ഷൻ പാർട്ടി. ഇതെന്താണ്? ഇത് എറർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏത് ഇതിലാണ് എറർ ഉള്ളതെന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇതിൽ ഏതിലാണ് എറർ ഉള്ളത് നമുക്ക് നോക്കാം. 3 പാർട്ടായിട്ട് തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ പറയുന്നത് നോ എററാണ്. അപ്പോൾ ഇതിൽ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ്സ് യു അറ്റ് ദി കോൺവെക്കേഷൻ പാർട്ടി. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് പ്രപ്പോസിഷൻ കിടക്കുന്നുണ്ട് ടു ആണ് ഇവിടെ നമുക്കൊരു ഹിൻ്റ് ഉള്ളത്. അവിടെ നമുക്ക് അതിൻ്റെ ഒപ്പമുള്ളതൊക്കെ കറക്റ്റാണോ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വെർബിൻ്റെ കൂടെ ING ഫോം ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഞാനിവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് എന്നാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ടു മീറ്റ്സ് യു. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക കേട്ടോ. അതായത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എ ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. സോ എസ്കലേറ്റിൻ്റെ വിപരീത പദം അല്ലെ ആൻറ്റോണിമാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഓപ്പോസിറ്റ് മീനിങ് ഉള്ളത് അതേതാണ്? പ്ലങ്ക് ആണ് കേട്ടോ. പ്ലങ്കിൻ്റെ മീനിങ് ടു ജംപ് സഡൻലി ആണ്. എസ്കലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കര പ്രിക്കോഷൻ എടുത്തിട്ട്, അതായത് മെല്ലെ പോകുന്നു എന്നാണ് അർത്ഥം. എസ്കലേറ്റ് മീൻസ് മേക്ക് സംതിങ് ബിക്കം ഗ്രേറ്റർ. ഓക്കെ, ആൻഡ് പ്രിറ്റൻഡ് പറഞ്ഞാൽ എന്താ? പ്രിറ്റൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രൂത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ പെരുമാറുക അല്ലേ. ഒരാളോട് ബിഹേവ് ചെയ്യുന്നതാണ് പ്രിറ്റൻഡ് ചെയ്യുക. സത്യമില്ല എന്ന രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യുക, അതാണ് പ്രിറ്റൻഡ്. ആൻഡ് എംപ്ലോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, അതാണ് എംപ്ലോയി. ഓക്കെ, ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, മോസ്റ്റ് നാച്ചുറൽ ഡയമണ്ട്സ് ഹാവ് സം ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് ആൻസർ വരുന്നത് അല്ലേ. സോ ഇതിലേത് ഫ്ലോ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. അതെന്താ? FLAW ആണ് കേട്ടോ വരുന്നത് ഫ്ലോ. മിസ്റ്റേക്ക് ഇൻ സംതിങ് ദാറ്റ് മേക്സ് ഇറ്റ് നോട്ട് ഗുഡ് ഇനഫ്, അതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ എഗ്സ് ആർ വാം ഇൻ ടു എ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഫോർ ദ ലാർവ ടു ഹാച്ച് ഫ്രം എഗ്സ്. ഇതിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സോ ഇതിൽ അണ്ടർലൈൻ വിട്ടുപോയതാണ്. സോ ആർ വാം ഇൻ ടു, അതാണ് നമ്മുടെ അണ്ടർലൈൻ ആയിട്ടുള്ളത്. അത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ അതോ നോ ഇമ്പ്രൂവ്മെൻ്റ് ആണോ എന്നുള്ളതാണ് എഴുതേണ്ടത് കേട്ടോ. ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആർ വാം ഇൻ ടു ആണേ, ആർ വാം ഇൻ ടു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ല എന്നാണ് ചോദിക്കുന്നത്. സോ ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരേണ്ടത് V3 ഫോം ഓഫ് ദ വെർബാണ് കേട്ടോ. സോ ആർ വാംഡ് വരും, ഇൻറ്റുവിന് പകരം 2 വരും. സോ സി ആണ് ആൻസർ. ആർ വാംഡ് 2, സി ആണ് ആൻസർ വരുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, Petrarchan readjusted his hat and soon was listening to the conversation with as much interest as I was. as much interest as, അവിടെയാണ് നമ്മൾ അണ്ടർലൈൻ ഉള്ളത് കേട്ടോ. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വേണോ വേണ്ടെന്നാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ആസ് മച്ച് ഇൻട്രസ്റ്റ് ആണ് ഞാൻ കൊടുക്കാട്ടോ അത്. സോ അതിൽ നമുക്ക്
സോ ഇത് നമുക്കിതിൽ സോ മെനി ഇൻട്രസ്റ്റ് എന്ന് പറയില്ല, സോ മച്ച് പറയില്ല, ആസ് മെനി പറയില്ല, ആസ് മച്ച് ആസ് ആണ് നമ്മുടെ കറക്റ്റ് വേർഡ്. ആസ് മച്ച് ആസ് ഉണ്ടോ, അതാണ് കറക്റ്റ് ഒരു ഇത് വരുന്നത് കേട്ടോ, ഇംഗ്ലീഷിൽ ഫ്രേസൊക്കെ പോലെ വരുന്നത്. അപ്പോൾ ഇതിൽ നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ആണ് വരുന്നത്. ആൻഡ് 7th ക്വസ്റ്റ്യൻ, സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ് ഡിലൈറ്റഡ്. ഡിലൈറ്റഡ് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സന്തോഷമാണ് ഡിലൈറ്റഡ് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ സിനോണിം വരുന്ന ഏതാണ് ഇതിൽ വേർഡ്? ജോയ്ഫുൾ. ജോയ്ഫുൾ സന്തോഷമല്ലേ, സോ ജോയ്ഫുൾ. ഇതിൽ അൺസ്യൂട്ടഡ് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ശരിയല്ലാത്തത്, നോട്ട് റൈറ്റ് ആണ്. കോഴ്സ് പറഞ്ഞാൽ കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് പീസ് ഓർ റഫ്. ഓക്കെ, അതാണ് കോഴ്സ്. ഡിസ്ലൈക്ക് പറഞ്ഞാൽ അറിയാലോ, ഇഷ്ടമില്ലാത്തത്. ഓക്കെ, സോ നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 8ാമത്തെ ചോദ്യം, ഐ വാസ് ദ ലാസ്റ്റ് ഡാഷ് ഓഫ് ദ പസിൽ. ഞാനാണ് ലാസ്റ്റ് പസിലിൽ. എന്താണ് പസിൽ? നമ്മൾ പീസ് എന്നല്ലേ പറയുക. സോ ഏത് പീസാണ് വരിക? ഡി അല്ലേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ വരുന്നത്. മൈ ഫാദർ ഡാഷ് ഹോം ലാസ്റ്റ് വീക്ക്. എൻ്റെ ഫാദർ ലാസ്റ്റ് വീക്കിൽ പോയി എന്നല്ലേ. സോ ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഉദാഹരണം ഉണ്ടല്ലേ, ഉദാഹരണമല്ല ഒരു ഹിൻ്റ് ഉണ്ട്. എന്താണ്? ലാസ്റ്റ് വീക്ക് അല്ലേ. ലാസ്റ്റ് വീക്ക് പറഞ്ഞാൽ നമുക്കറിയാം വെൻറ്റ്. ഓക്കെ, സോ മൈ ഫാദർ വെൻറ്റ് ഹോം ലാസ്റ്റ് വീക്ക്. V2 സിമ്പിൾ പാസ്റ്റിൽ V2 ഫോമാണ് വരിക കേട്ടോ. സോ പാസ്റ്റ് ടെൻസ് ടെൻസുകളെല്ലാം പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, എ കളക്ഷൻ ഓഫ് സെലക്റ്റഡ് റൈറ്റിംഗ്സ് ഓഫ് വേരിയസ് ഓതേഴ്സ്. അതെന്താണ്? വൺ വേർഡ് ആണ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. എ കളക്ഷൻ ഓഫ് സെലക്റ്റഡ് റൈറ്റിംഗ്സ് ഓഫ് വേരിയസ് ഓതേഴ്സ്. വേരിയസ് ഓതേഴ്സിൻ്റെ ഒരു സെലക്ട് ആയിട്ടുള്ള കളക്ഷൻ. എന്തിനാണ് പറയുന്നത്? അതാണ് ആന്തോളജി കേട്ടോ. ഓപ്ഷൻ സി ആന്തോളജിയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ട്രിലോഗി പറഞ്ഞാൽ എന്താണ്? ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിലോഗി പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് നോവൽസ്, പ്ലേസ് എക്സെട്ര ദാറ്റ് ഫ്രം എ സെറ്റ്. ഓക്കെ, അതാണ് ട്രിലോഗി. ഒരു സെറ്റിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് നോവൽസിന് നമ്മൾ ട്രിലോഗി എന്ന് പറയുന്നത്. സീക്വൽ എന്ന് വെച്ചാൽ ഒരു ബുക്ക് അല്ലേ, ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ഫിലിമോ എക്സെട്ര ദാറ്റ് കണ്ടിന്യൂസ് ദ സ്റ്റോറി ഓഫ് ദ വൺ ബിഫോർ. ഒന്നിൻ്റെ ബാക്കിലായിട്ട് ഒന്നിൻ്റെ പുറകെയായിട്ട് അടുത്തത് കണ്ടിന്യൂ ചെയ്യുന്നു. സീക്വൽ, നമ്മളിപ്പോൾ ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അടുത്ത സീൻ അതിൻ്റെ ബാക്കിയായിരിക്കില്ല, അതേപോലെ അതാണ് സംഭവം കേട്ടോ, സീക്വൽ. ഇനി എറ്റിമോളജി, ദ സ്റ്റഡി ഓഫ് ദി ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഒരു വേർഡിൻ്റെ ഒറിജിനോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ അത് പഠിക്കുന്നതാണ് എറ്റിമോളജി. ആ വേർഡ് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, അതൊക്കെ പഠിക്കുന്നതാണ് എറ്റിമോളജി. ഓക്കെ, 11th ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. സോ എക്സിക്യൂട്ടീവ് ആണ് ഇവിടുത്തെ വേർഡ്, നമുക്ക് മനസ്സിലായല്ലേ. കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് കിടക്കുന്നത്? A B C D 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് അറിയാം, പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അല്ലേ, എക്സിക്യൂട്ടീവ്. EXECUTIVE, എക്സിക്യൂട്ടീവ്. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ, ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക്. അത് വെച്ചാൽ എന്താണ്? ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ എനി മീൻസ്, എന്ത് അർത്ഥത്തിലാണെങ്കിലും എന്നാണ് അർത്ഥം കേട്ടോ. ബൈ എനി മീൻസ്. ഓക്കെ, ബൈ എ നാരോ മാർജിൻ, ബൈ ഡിഫോൾട്ട്, ബൈ മിസ്റ്റേക്കും കൊടുത്തിട്ടുണ്ട്. ബൈ എനി മീൻസ് ആണ് ആൻസർ വരുന്നത്. ഇനി ഹെർ എക്സ്പ്രഷൻ ഗ്രൂ ബ്ലെൻഡ് എഗെയിൻ. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് സെൻറ്റൻസ് എററാണ് കേട്ടോ. ഇതിൽ സെൻറ്റൻസ് കറക്റ്റാക്കിയിട്ട് ABCD 4 ഓപ്ഷനിലൊന്ന് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഹെർ കറക്റ്റാണ്, ഗ്രൂ കറക്റ്റാണ്, എഗെയിൻ കറക്റ്റാണ്. ബാക്കി രണ്ട് എക്സ്പ്രഷനും അതുപോലെ ബ്ലെൻഡ് നോക്കിക്കേ, രണ്ടും തെറ്റല്ല കൊടുത്തേക്കണേ. സോ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ എ എക്സ്പ്രഷൻ ശരിയാണല്ലേ, EXPRESSION ശരിയാണ്. ഗ്രൂ കറക്റ്റാണ്, ഹെർ കറക്റ്റാണ്. ബ്ലാൻഡ് BLAND ബ്ലാൻഡ് എഗെയിൻ അല്ലേ, കറക്റ്റ് അല്ലേ. ഇനി ബാക്കി നോക്കിക്കേ, ബാക്കി ഒന്ന് ഓടിച്ച് നോക്കിക്കേ, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ? ബിയിൽ ബ്ലെൻഡ് എന്നാണ് കൊടുത്തേക്കുന്നത്, സിയിൽ ബ്ലാൻഡ്, BL അത് ഓപ്ഷൻ ക്വസ്റ്റ്യനുള്ള പോലെ തന്നെയാണ്. ഡിയിൽ എന്താ തെറ്റ്? എക്സ്പ്രഷൻ തെറ്റാണ് അല്ലേ. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് 14th ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ദിസ് ഹൗസ് ഇൻ ദിസ് എമൗണ്ട്. ഡാഷ് ഉണ്ട് കേട്ടോ, 2 കഴിഞ്ഞ് ടൂവിൻ്റെ ദിസിൻ്റെ ഉള്ള ഡാഷിൻ്റെ ചെറുതായി പോയി. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഡാഷ് ദിസ് ഹൗസ് ഇൻ ദിസ് എമൗണ്ട്. ഈ എമൗണ്ടിന് ഈ ഒരു വീട് എന്ത് ചെയ്യാൻ പറ്റില്ല? പോസിബിൾ അല്ല. എന്ത് ചെയ്യാൻ പറ്റില്ല? അസ്റ്റോണിഷ് ആണോ, കൺസോൾ ആണോ, ബ്ലീറ്റ് ആണോ, റെനോവേറ്റ് ആണ് അല്ലേ. റെനോവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സൂൺ ഓർ ലേറ്റർ. 15th ക്വസ്റ്റ്യൻ, സൂൺ ഓർ ലേറ്റർ അവർ എഫേർട്സ് വിൽ ബി റിവാർഡഡ് അല്ലേ. നമ്മുടെ എഫേർട്ട് എപ്പോഴാണെങ്കിലും അല്ലേ, എപ്പോഴാണെങ്കിലും എന്താണ്, അത് റിവാർഡ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്താ ഉള്ളത് നോക്കിക്കേ, നോ എറർ. എല്ലാ പാർട്ടും കൊടുത്തിട്ടുണ്ട്. എറർ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണം. എറർ ഉണ്ടോ? എനിക്ക് തോന്നുന്നു എറർ ഉണ്ട്.
സൂൺ ഓർ ലേറ്റർ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിൽ നോക്കിക്കേ, ഓർ കഴിഞ്ഞാൽ നമ്മൾ ഓറിൻ്റെ കൂടെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇടുന്ന വേർഡ്സ് ഒരേ പാറ്റേൺ ആയിരിക്കണം. അതായത് ഇവിടെ ഡിഗ്രിയാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഒരേ കമ്പാരിറ്റീവ് ഡിഗ്രി ഇവിടെ എന്താണ്, ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സോ ലേറ്റർ ഉള്ളതുകൊണ്ട് സൂണും ലേറ്ററും. അപ്പോൾ വരുമ്പോൾ എങ്ങനെ വരും അറിയോ, സൂണർ ഓർ ലേറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ്, സൂൺ ഓർ ലേറ്റർ ആണ് വരേണ്ടത് തെറ്റായിട്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സൂണർ ഓർ ലേറ്റർ എന്ന് നമ്മൾ കൊടുക്കണം. ഒരേ കമ്പാരിറ്റീവ് ഡിഗ്രിയിലായിരിക്കണം ഓറിൻ്റെ കൂടെ നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ, ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 16th ക്വസ്റ്റ്യൻ, ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അത് ഇഡിയമാണ് കേട്ടോ. ടു റിസീവ് അൺഎക്സ്പെക്റ്റഡ് ന്യൂസ്, ടു ഗെറ്റ് ഗുഡ് ന്യൂസ്, ടു വിൻ എ ലാർജ് സം ഓഫ് മണി, ടു ഗെറ്റ് ലക്കി. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ അല്ലേ, ടു റിസീവ് അൺഎക്സ്പെക്റ്റഡ് ന്യൂസ്. അതാണ് എന്ത്? ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ, ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ഓക്കെ, നമുക്ക് 17th ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഹാവ് നോട്ട് സോ ബട്ട് യുവർ സിസ്റ്റർ സിൻസ് ഷീ കെയിം ടു ദി സിറ്റി. ഞാൻ എന്താണ്, ഐ ഹാവ് നോട്ട് സോ യുവർ സിസ്റ്റർ സിൻസ് ഷീ കെയിം ടു ദി സിറ്റി. ഈ സിറ്റിയിൽ വന്നതിന് ശേഷം വന്നത് മുതൽ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഐ ഹാവ് നോട്ട് സോ നോക്കിക്കേ, ടെൻസ് ഒക്കെ നോക്കിക്കോട്ടെ. സിൻസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഇതൊരു പെർഫെക്റ്റ് ആണ് കേട്ടോ, പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻ്റ് ആണ് കിടക്കുന്നത്. കെയിം കണ്ടോ, പ്രസൻ്റ് അല്ലേ, പാസ്റ്റ് ആണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒരു പെർഫെക്റ്റ് ടെൻസ് എന്ന് മനസ്സിലായില്ലേ നമുക്ക്. സോ ഇവിടെ ഐ ഹാവ് നോട്ട് കഴിഞ്ഞാൽ ഐ ഹാവ്, പിന്നെ സിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് പാസ്റ്റാണ് കേട്ടോ, പാസ്റ്റാണ്, സോറി പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ സോ കണ്ടോ, സോ എന്നുള്ളത് എന്താ? സോ ആണോ അവിടെ വരേണ്ടത്? ഹാവിൻ്റെ കൂടെ നമ്മൾ എപ്പോൾ എന്ത് എഴുതുമ്പോഴും V3 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരേണ്ടത്. അപ്പോൾ കണ്ടു എന്നുള്ളതിൻ്റെ V3 ഫോം എന്താണ്? സീൻ ആണ്, സീൻ. ഓക്കെ, അപ്പോൾ ഐ ഹാവ് നോട്ട് സീൻ എന്ന് വരും. അപ്പോൾ നമ്മുടെ ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഐ ഹാവ് നോട്ട് സോ അല്ല, ഐ ഹാവ് നോട്ട് സീൻ എന്ന് വരണം. അപ്പോൾ ഇവിടെ തെറ്റ് ഏത് ഫ്രേസിലാണ് തെറ്റ്? സോറി, ഏത് ഭാഗത്ത് തെറ്റ്? പാർട്ടിലാണ് തെറ്റ്? എ പാർട്ടിലാണ് തെറ്റ്. ഐ ഹാവ് നോട്ട് സോ. ഓക്കെ ഓക്കെ, നിങ്ങളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കണേ. ഇനി എ ഷോർട്ട് സ്റ്റോറി വിത്ത് എ മോറൽ ഒരു എന്താ, നമുക്കൊരു അല്ലേ, ഒരു മോറൽ സ്റ്റോറി ഉള്ള ഒരു ഷോർട്ട് സ്റ്റോറി നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്താ വിളിക്കുന്നത് മോറൽ സ്റ്റോറീനെ? പാരബിൾ അല്ലേ, പാരബിൾ എന്നാണ് മോറൽ സ്റ്റോറി നമ്മൾ വിളിക്കുന്നത്, പാരബിൾ. ഓക്കെ, മോറൽ സ്റ്റോറി വിളിക്കുന്നത് നമ്മൾ പാരബിൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ബയോഗ്രഫി പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ബയോഗ്രഫി പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ജീവചരിത്രം വേറൊരാൾ എഴുതുന്നതാണ് ബയോഗ്രഫി അല്ലേ. നമുക്കറിയാമല്ലേ, ദ സ്റ്റോറി ഒരു പേഴ്സണൽ ലൈഫിൻ്റെ വേറൊരാൾ എഴുതുന്നതാണ് ബയോഗ്രഫി. ഇനി മെമ്മോയർ എന്ന് വെച്ചാൽ എന്താണ്? മെമ്മോയർ, ഓപ്ഷൻ എ മെമ്മോയർ എന്താണ്? മെമ്മോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബയോഗ്രഫിയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ നോളജിൽ നിന്ന് നമ്മൾ എഴുതുന്നതാണ് എന്ത്? ഒരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്. ഒരു പേഴ്സണലി നമുക്കൊരു നോളജ് ഉണ്ട്. ഓക്കെ, അതിന് വെച്ച് എഴുതുന്നതാണ് മെമ്മോയർ. നമ്മുടെ മെമ്മറിയിൽ നിന്ന് എഴുതുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമല്ലേ മെമ്മോയർ. ഓക്കെ, ഇനി ആക്സിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ റൂൾ ഓർ പ്രിൻസിപ്പിൾ ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ബിലീവ് ടു ബി ട്രൂ. അതായത് ഒരുവിധ എല്ലാ ആളുകളും അത് സത്യമാണ് എന്ന് എന്താ പറയുക, അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് എന്ത്? ആക്സിയം എന്ന് പറയുന്നത്. ഒരു റൂളായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വമായിരിക്കാം, ഒരു റൂളായിരിക്കാം. ഓക്കെ, അതാണ് ആക്സിയം കേട്ടോ. 19th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് ഇമിറ്റേറ്റ്. അത് നമുക്ക് കണ്ണുകൂട്ടി അടിക്കാം. ഇമിറ്റേറ്റിൻ്റെ എന്താണ് സിനോണിം? നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കോപ്പി അല്ലേ, കോപ്പിയാണ്. അതിൽ സറണ്ടർ, ഇമാജിൻ, ഇൻവെൻ്റൊക്കെ എന്താണെന്ന് അറിയാലോ. നമുക്ക് 20th ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. നമ്മൾ 20th ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ് വെറൈറ്റിയുടെ ആൻറ്റോണിം എന്താണ്? വെറൈറ്റി പറഞ്ഞാൽ വ്യത്യാസപ്പെട്ടതെന്നാണ് അർത്ഥം. ഡൈവേഴ്സിറ്റി, ഫ്യൂഷനും മെഡിലേക്ക് പറഞ്ഞാൽ എന്താണ്? വ്യത്യാസപ്പെട്ടതെന്നാണ് അർത്ഥം വരുന്നത്. സോ വെറൈറ്റിയുടെ ആൻറ്റോണിമാണ് എന്ത്? സിമിലാരിറ്റി. ഓക്കെ, ഇനി നമുക്ക് 21, 25 ക്വസ്റ്റ്യൻ. അത് നമ്മുടെ എന്ത് ക്വസ്റ്റ്യനാണ്? പാരഗ്രാഫ് ക്വസ്റ്റ്യനാണ് അല്ലേ. സോ ഞാനിത് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ആയിട്ട് തരികയാണ് കേട്ടോ, ഒരു ഹോംവർക്ക് പോലെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു 24 hours വീഡിയോ ഇട്ട് 24 hours കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തതും ആൻസറും കറക്റ്റാണോ നിങ്ങൾക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇതുവരെയുള്ള ചോദ്യം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ വയ്ക്കുമ്പോൾ പോസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ കൊടുക്കാം, അതിൽ നല്ലത്. അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ അതിൽ കൊടുത്തേക്കാം. അതാണ് എളുപ്പം തോന്നുന്നു, നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ,
സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും കണ്ടു നോക്കുക, വീഡിയോ കാണുക, അതുപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ.